അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നമുക്ക് റിപ്പീറ്റ് വരണം. ലിബ്രെ ഓഫീസിൽ ഒരു വരി, ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഇൻഡസ്ട്രി എന്നുള്ള ഈ വരിയില്ലേ, അപ്പോൾ ഈ വരി എല്ലാ പേജിലും വരണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ഔട്ട്പുട്ട് നമുക്ക് നോക്കി നോക്കാം. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കുക. അപ്പോൾ ഞാൻ ചെയ്ത് ശരിയാണോ അറിയാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് പ്രിവ്യൂ. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഇൻഡസ്ട്രി എന്ന് കാണുന്ന ഈ ഒരു വരി ഫസ്റ്റ് ഷീറ്റിലുണ്ട്. ഇനി നെക്സ്റ്റ് ഷീറ്റിൽ, അടുത്ത ഷീറ്റിലും വേണ്ടില്ലേ, അതർ ലെവൽ എന്നുള്ളത് സെക്കൻഡ് ഷീറ്റാണ്. ഇത് ഫസ്റ്റ് ഷീറ്റിൻ്റെ അടിയിൽ അതർ ടൺ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷീറ്റിൽ ഈ ഹെഡിങ് വന്നിട്ടുണ്ട്. ഇനി തേർഡ് ഷീറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ് ആയി. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. അതുകൊണ്ട് ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വരിയാണോ വേണ്ട അതിനെന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റ് എടുത്തിട്ട് പ്രിൻ്റ് റേഞ്ചസ് അതിൽ എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് റോസ്റ്റ് റിപ്പീറ്റ് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ വേണ്ട സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് കൊടുക്കാനായിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ മൂന്ന് വരി വേണമെന്നുണ്ടെങ്കിൽ 1 2 3 ഉണ്ട്, അവിടെ സെലക്ട് ചെയ്യണ്ടോ. ആദ്യത്തെ 3 വരി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്. അപ്പോൾ 1 മുതൽ 3 വരെ റോ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇനി റിപ്പീറ്റ് ആവും. നമുക്ക് ഫയൽ പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൗണ്ടിങ് ഈ മൂന്ന് വാക്കെല്ലാം അതിൽ വന്നിട്ടില്ലേ, ഈ 3 സെൻറ്റൻസ് കണ്ടില്ലേ, അഡ്വർടൈസിങ് ആ 3 വാക്കെല്ലാത്തിൽ റിപ്പീറ്റ് വന്നു. അതിന് ശേഷമാണ് വാക്കുകൾ വരുന്നത്. ഓക്കെ.